ധുരന്ദർ 2 വെറുമൊരു സിനിമയാണോ ഇത്? അതോ അതിലും വലുതായി എന്തെങ്കിലും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ? പുറത്തു കാണുന്ന ഒരു ആക്ഷൻ സിനിമ എന്നതിനപ്പുറം ഇതിന്റെ ഉള്ളിൽ വളരെ ശക്തമായൊരു രാഷ്ട്രീയ പ്രസ്താവനയുണ്ടെന്നാണ് പലരും പറയുന്നത്. അപ്പോൾ എന്താണ് സത്യം? ഇതൊരു സാധാരണ എന്റർടൈനറാണോ? അതോ അതിവിദഗ്ധമായി ഒളിപ്പിച്ചുവെച്ച മറ്റെന്തെങ്കിലുമാണോ? നമുക്കിതിന്റെ ഉള്ളറകളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. കേട്ടോ, ഈ സിനിമ 100 ധുരന്ധർമാരെ നാണം കെടുത്തും. ഇതൊരു വെറും വീമ്പ് പറച്ചിലായിട്ട് തോന്നുന്നുണ്ടോ? പക്ഷേ അങ്ങനെയങ്ങ് തള്ളിക്കളയാൻ പറ്റില്ലെന്നാണ് കേൾക്കുന്നത്. ആദ്യത്തെ ഭാഗത്തേക്കാൾ എല്ലാ രീതിയിലും മികച്ചൊരു രണ്ടാം ഭാഗം. അത് ബോളിവുഡിന്റെ ഇതുവരെയുള്ള പല കണക്കുകൂട്ടലുകളെയും തെറ്റിക്കാൻ പോന്ന ഒന്നാണത്രേ. അപ്പോൾ ഇതൊരു വെറും സീക്വലല്ല, മറിച്ച് ഒരു പ്രഖ്യാപനമാണ്. എന്താണ് ആ പ്രഖ്യാപനം? നമുക്ക് നോക്കാം. 4 മണിക്കൂർ. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. 4 മണിക്കൂർ. കേൾക്കുമ്പോ തന്നെ തല കറങ്ങുന്നുണ്ടല്ലേ? സാധാരണ ഒരു സിനിമയെ ബോറടിപ്പിച്ചു കൊല്ലാൻ ഇത് തന്നെ ധാരാളം. പക്ഷേ ഇവിടെയാണ് കളി മാറുന്നത്. ഈ സിനിമ കണ്ടിറങ്ങിയവർ ഒരേ സ്വരത്തിൽ പറയുന്നു, ഈ 4 മണിക്കൂർ അവരെ സീറ്റിന്റെ അറ്റത്ത് പിടിച്ചിരുത്തിയെന്ന്. ഒരു നിമിഷം പോലും ശ്വാസം വിടാൻ സമയം കിട്ടിയില്ലെന്ന്. അതെങ്ങനെയാ സാധിക്കുന്നത്? എന്തായിരിക്കും ആ മാജിക്? അപ്പോ എന്താണ് ആ രഹസ്യം? സംഗതി ഇതാണ്. ഇതൊരു രണ്ടാം ഭാഗം മാത്രമല്ല, ഇതൊരു പുതിയ ലോകത്തിന്റെ തുടക്കമാണ്. ആദ്യത്തെ സിനിമയിലെ കഥാപാത്രങ്ങളെ വെച്ച് കൂടുതൽ ഇരുണ്ടതും സങ്കീർണവുമായ ഒരു ലോകം പണിതിരിക്കുകയാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ ഒന്നാം ഭാഗം കാണാതെ ഇത് കാണുന്നത് ഒരു പുസ്തകത്തിന്റെ ആദ്യത്തെ കുറേ പേജുകൾ വായിക്കാതെ നേരെ ക്ലൈമാക്സിലേക്ക് ചാടുന്ന പോലെയുണ്ടാവും. ഒന്നും മനസ്സിലാവില്ല. കാരണം ഓരോ കഥാപാത്രത്തിനും പറയാൻ ഒരു ഭൂതകാലമുണ്ട്. ഇവിടെയാണ് നമ്മൾ ശരിക്കും ഞെട്ടുന്നത്. നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത് ഒരുപക്ഷെ ഗ്യാങ് വാറും വെടിവെപ്പും പുകയും നിറഞ്ഞൊരു സിനിമ കാണാനായിരിക്കും. എന്നാൽ തിയേറ്ററിൽ നമുക്ക് മുന്നിൽ തുറക്കുന്നത് ഒരു ചെസ് ബോർഡാണ്. അധികാര രാഷ്ട്രീയത്തിന്റെ ഒരു ചെസ് കളി. ഓരോ നീക്കത്തിനും കൃത്യമായ അർത്ഥങ്ങളുണ്ട്. ആരാണ് കൂടെ, ആരാണ് ശത്രു എന്ന് ഒരു പിടിയും കിട്ടാതെ നമ്മൾ കുഴങ്ങിപ്പോകും. പതിയെ പതിയെ നമ്മളും ആ വലിയ ഗൂഢാലോചനയുടെ ഭാഗമായി മാറും. ഇതുപോലുള്ള വിശകലനങ്ങൾ നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ മറക്കാതെ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യണം കേട്ടോ. അതായത്, ഈ സിനിമ കണ്ടാൽ മാത്രം പോരാ, നിങ്ങൾ തല പുകഞ്ഞ് ചിന്തിക്കണം. ഓരോ ഡയലോഗിനും, എന്തിന് ഓരോ നോട്ടത്തിനു പോലും വേറെ അർത്ഥങ്ങളുണ്ട്. ഒരു പസിൽ സോൾവ് ചെയ്യുന്ന പോലെയാണിത്. ആദ്യത്തെ കാഴ്ചയിൽ നിങ്ങൾക്ക് പിടികിട്ടാത്ത പല കാര്യങ്ങളും രണ്ടാമത് കാണുമ്പോൾ വ്യക്തമാകും. സംവിധായകൻ പലയിടത്തും ഒളിപ്പിച്ചുവെച്ച സൂചനകൾ കൂട്ടിയോജിപ്പിക്കുമ്പോൾ മാത്രമേ ആ വലിയ ചിത്രം പൂർണ്ണമാവുകയുള്ളൂ. ഇത് കണ്ടിറങ്ങുമ്പോൾ നിങ്ങളുടെ തലച്ചോറിന് വിശ്രമം കിട്ടില്ല, ഉറപ്പ്. അപ്പോ ഇവിടെയാണ് നമ്മൾ ഈ വിശകലനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് വരുന്നത്. ഇത്രയൊക്കെ തലപുകഞ്ഞ് ആലോചിപ്പിക്കാൻ മാത്രം ഇതിലെന്താ ഉള്ളത്? ഇത് വെറുമൊരു കഥ പറയുകയാണോ? അതോ വിനോദത്തിന്റെ പേരിൽ നമ്മുടെ മുന്നിലേക്ക് വയ്ക്കുന്ന ഒരു പൊളിറ്റിക്കൽ വെപ്പൺ, ഒരു രാഷ്ട്രീയ ആയുധമാണോ ഇത്? ഈ ചോദ്യമാണ് ധുരന്ദർ 2നെ ഒരു സാധാരണ സിനിമയിൽ നിന്ന് വേറിട്ട് നിർത്തുന്നത്. കാരണം ഈ സിനിമയുടെ നിർമ്മാതാക്കൾ ഒളിച്ചും പാത്തും കളിക്കുന്നില്ല. അവർ കാര്യങ്ങൾ തുറന്നടിക്കുകയാണ്. അദീഖ് അഹമ്മദിനെ പോലുള്ള യഥാർത്ഥ ജീവിതത്തിലെ ആളുകളുടെ പേരുകൾ ഒരു മടിയുമില്ലാതെ സിനിമയിൽ ഉപയോഗിക്കുന്നു. യുപിയിലെ മാഫിയെക്കുറിച്ചും നമ്മുടെ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയെക്കുറിച്ചുമൊക്കെ നേർക്ക് നേർ നിന്ന് ചോദ്യം ചെയ്യുന്നു. ഇത് കാണുമ്പോൾ ഇത് വെറും കഥയാണോ അതോ യാഥാർത്ഥ്യമാണോ എന്ന് നമ്മളൊരു നിമിഷം സംശയിച്ചു പോകും. മനഃപൂർവ്വം അവരാ വര മായ്ച്ചു കളയുകയാണ്. ഈ ഒരൊറ്റ വാചകം മതി ഈ സിനിമയുടെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കാൻ. പതിറ്റാണ്ടുകളായി ബോളിവുഡ് നമ്മളെ പഠിപ്പിച്ച അമൻ കി ആശ പോലുള്ള സമാധാന സന്ദേശങ്ങളെയും പാകിസ്ഥാനുമായി സൗഹൃദം കാണിക്കുന്ന സ്പൈ സിനിമകളെയുമൊക്കെ ഈ സിനിമ വലിച്ചു കീറിയെറിയുന്നു. അതിനു പകരം നമ്മളെ അസ്വസ്ഥരാക്കുന്ന ചില കൈപ്പേറിയ യാഥാർത്ഥ്യങ്ങൾ മുഖത്തേക്കെറിയുകയാണ്. നിങ്ങൾക്കെന്തു തോന്നുന്നു? ഇതൊരു നല്ല മാറ്റമാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ ഞങ്ങൾക്കാഗ്രഹമുണ്ട്. താഴെ കമന്റ് ചെയ്യൂ. ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യുക. അപ്പോ എങ്ങനെയാണ് ഈ സിനിമ നമ്മളെ ഇത്രയധികം സ്വാധീനിക്കുന്നത്? അതിലൊരു പ്രധാന ട്രിക്കാണ് ഇതിലെ സംഗീതം. കേട്ടോണ്ടനെ നമ്മൾ തുള്ളിച്ചാടുന്ന തരം പാട്ടുകളല്ല ഇതിലുള്ളത്. മറിച്ച് ഒരു സ്ലോ പോയ്സൺ പോലെ പതുക്കെ പതുക്കെ നമ്മുടെ തലച്ചോറിലേക്ക് അരിച്ചിറങ്ങുന്ന സംഗീതം. സിനിമയിലെ ഗൗരവമേറിയ ആശയങ്ങളെ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉപബോധ മനസ്സിൽ ഉറപ്പിക്കാൻ ഈ സംഗീതത്തിന് കഴിയുന്നുണ്ട്. സിനിമ കഴിഞ്ഞാലും ദിവസങ്ങളോളം ഇത് മനസ്സിൽ നിന്ന് പോകില്ല. ഇനി ഈ സിനിമയുടെ നട്ടെല്ല് രൺവീർ സിംഗ്. എന്ത് പറയാനാണ് ആ പ്രകടനത്തെക്കുറിച്ച്? ആദ്യ പകുതിയിൽ നിങ്ങൾ കാണുന്ന പരുക്കനായ ഗ്യാങ്സ്റ്ററിനെ ആയിരിക്കില്ല രണ്ടാം പകുതിയിൽ നിങ്ങൾ കാണുന്നത്. ഒരാൾ മകൻ, മറ്റേയാള് കണിഷക്കാരനായ ഒരു പട്ടാളക്കാരൻ. ശരിക്കും ഒരു നടനാണോ അതോ സാഹചര്യങ്ങൾക്കനുസരിച്ച് നിറം മാറുന്നൊരു ഓന്താണോ ഇയാൾ എന്ന് ഒരു നിമിഷം നമ്മൾ ചിന്തിച്ചു പോകും. ഒരേ ശരീരത്തില് 2 പേര് ജീവിക്കുന്ന പോലൊരു ഫീല്.
സിനിമയിലെ മറ്റുള്ളവരെയും വെറുതെ കൊണ്ടുവന്നിട്ടില്ല. ഓരോരുത്തർക്കും കൃത്യമായ റോളുണ്ട്. അർജുൻ റാംപാലിനെ സിനിമയിലുടനീളം ഭയമുണ്ടാക്കാനുള്ള ഒരു ഉപകരണമായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ നമുക്കൊരു അസ്വസ്ഥത തോന്നും. സഞ്ജയ് ദത്താണെങ്കിൽ നായകന് നല്ല കിടിലനൊരു എതിരാളിയാണ്. പക്ഷേ ഈ 4 മണിക്കൂറും ഈ സിനിമയെ ഒറ്റയ്ക്ക് തോളിലേറ്റുന്നത് രൺവീർ സിംഗ് എന്ന നടൻ തന്നെയാണ്. ആ മനുഷ്യനില്ലെങ്കിൽ ഈ സിനിമയില്ല. പക്ഷെ ഒരു മുന്നറിയിപ്പുണ്ട്. ഈ സിനിമയിലെ വയലൻസ് ഒരുപക്ഷേ നിങ്ങൾക്ക് താങ്ങാൻ പറ്റിയെന്ന് വരില്ല. ഇത് ചുമ്മാ സ്റ്റൈലിനു വേണ്ടിയുള്ള അടിയും ഇടിയുമല്ല. 21 സെൻസർ കട്ടുകൾ കഴിഞ്ഞിട്ടും സിനിമയിൽ ഒരു തലവെട്ടുന്ന സീനുണ്ടെന്ന് കേൾക്കുന്നു. അത്രയ്ക്ക് ഗ്രാഫിക്കാണ്. കണ്ടിറങ്ങിയാൽ ദിവസങ്ങളോളം മനസ്സിനെ അലട്ടുന്ന തരത്തിലുള്ള രംഗങ്ങളുണ്ട്. യാഥാർത്ഥ്യം എത്ര ഭീകരമാണെന്ന് കാണിക്കാനാണ് ഈ വയലൻസ് എന്നാണ് സിനിമയുടെ അണിയറക്കാർ പറയുന്നത്. ഇനി ഇന്റർവെല്ലിന്റെ കാര്യം. കേൾക്കുന്ന റിപ്പോർട്ടുകൾ അവിശ്വസനീയമാണ്. ആ ഒരൊറ്റ സീൻ കഴിയുമ്പോൾ തിയേറ്ററിൽ സൂചി വീണാൽ കേൾക്കുന്ന നിശബ്ദതയായിരിക്കുമത്രേ. നിങ്ങളുടെ വായിൽ നിന്ന് ഒരു വാക്കുപോലും വരില്ല. നിങ്ങൾ സ്തംഭിച്ചു പോവും. അത്രയ്ക്ക് പവർഫുള്ളായ ഒരു ട്വിസ്റ്റാണ് അവിടെ കാത്തിരിക്കുന്നത്. ഈ വിശകലനം കേട്ടിട്ട് നിങ്ങൾക്ക് സിനിമ കാണാൻ തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കണേ. അതുകൊണ്ട് തന്നെയാണ് പലരും ഇതിനെ വിമർശകർക്ക് അതീതമെന്ന് വിളിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ സാധാരണ സിനിമയെ അളക്കുന്ന സ്കെയില് വെച്ച് ഇതിനെ അളക്കാൻ പറ്റില്ല. ഇതിന്റെ സ്ക്രിപ്റ്റ് കൊള്ളാം, അഭിനയം കൊള്ളാം എന്നൊക്കെ പറഞ്ഞു മാർക്കിടാൻ പറ്റില്ലത്രേ. ഇത് പ്രേക്ഷകരുമായൊരു വൈകാരിക ബന്ധം സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. ഒരു സിനിമ എന്നതിലുപരി അതൊരു അനുഭവമായി മാറുകയാണ്. അതായത് ധുരന്ധർ 2 ഒരു സിനിമ എന്ന നിലയിൽ നിന്ന് മാറി ഒരു ഉത്സവം പോലെയായി മാറിയിരിക്കുന്നു. ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ച് ഏറ്റെടുത്ത ഒരു വികാരം. നമ്മൾ ഉത്സവങ്ങളെ കീറിമുറിച്ച് വിമർശിക്കാറില്ലല്ലോ, അല്ലേ? നമ്മൾ അതിൽ പങ്കെടുത്ത് ആഘോഷിക്കുകയാണ് ചെയ്യാറ്. അതുപോലെയായി മാറിയിരിക്കുന്നു ഈ സിനിമയും. അത് സിനിമയുടെ വിജയമാണോ അതോ അതിലെ ആശയങ്ങളുടെ വിജയമാണോ എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. ഇതാണ് ഈ സിനിമയെക്കുറിച്ചുള്ള പലരുടെയും അവസാന വിധി. ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തെ ഇനി രണ്ടായി തിരിക്കേണ്ടി വരും. ധുരന്ധറിന് മുൻപോ ധുരന്ധറിന് ശേഷവും. ഇനി ഇന്ത്യൻ സിനിമ തുടങ്ങുന്നത് സി കൊണ്ടല്ല, ഡി കൊണ്ടാണ്. ധുരന്ധറിന്റെ ഡി എന്നു പറയുമ്പോൾ അതൊരു പുതിയ യുഗത്തിന്റെ തുടക്കമാണെന്ന് അവർ പ്രഖ്യാപിക്കുകയാണ്. ബോളിവുഡിന്റെ സ്ഥിരം ശൈലികളെ തച്ചുടച്ച ഒരു പുതിയ വഴി. അവസാനം, ഇത്രയും വലിയ വെടിവെപ്പിനും ബഹളങ്ങൾക്കും ശേഷം ഈ സിനിമ നമ്മളോടൊരു ചോദ്യം ചോദിച്ച് നമ്മളെ ഒറ്റയ്ക്ക് വിടുകയാണ്. വളരെ വേദനിപ്പിക്കുന്നൊരു ചോദ്യം. ഇന്ത്യയുടെ ഒന്നാമത്തെ ശത്രു ആരാണ്? അതിർത്തിക്കപ്പുറത്തുള്ളവരാണോ അതോ നമ്മുടെ ഉള്ളിൽ തന്നെയുള്ളവരാണോ? ആ ചോദ്യം ഒരുപക്ഷെ നിങ്ങളുടെ ഉറക്കം കെടുത്തും. ഈ വിശകലനത്തെക്കുറിച്ച് നിങ്ങൾക്കെന്ത് തോന്നുന്നു? നിങ്ങളുടെ ചിന്തകൾ ഞങ്ങളെ അറിയിക്കണം. വീണ്ടും കാണാം. നമസ്കാരം.